ഓ ഇതുമ്പോ ഇറങ്ങി പോരാൻ ഇനിയും ആയില്ലല്ലേ. ഇന്ന് കാര്യമായിട്ട് എന്തിനോ ഒരുങ്ങണ്ടല്ലോ. അത് വാട്ടിയാല് ഇതാവൂലേ. ഇതാ ഇവിടെ ഗ്യാസില് ഒരുപാട് ബീറ്റ്റൂട്ട്, ഇത് നമ്മളെ ചമ്മന്തി ഞാൻ ഉണ്ടാക്കി കാണിച്ചു. എങ്ങനെ കഴിക്കണ്ട മതി. ഓ ഇതുമ്പോ ഇറങ്ങി പോരാൻ ഇനിയും ആയില്ലല്ലേ. ഇതുമ്പോ ഇറങ്ങി പോരാൻ ഇനിയും ആയില്ലല്ലേ. അയ്മാര് വീടെടുത്ത് കൂടിയാടിന്നാ. കാക്കയാണ്. ഹലോ കാക്കേ, വീണോ? ഒന്ന് തൈല കുത്തി കണിച്ച് വരണേ. അതില് വരാൻ കഴിയൂല. അയ്മണ്ടോ കുരുവളുണ്ടോ? കഴിഞ്ഞോ? അതോടെ കഴിഞ്ഞോ? അതാ വരുന്നേ. അതാ ഇല്ല. എന്റെ പൈലൊക്കെ വരുന്നേ കാട്ടിക്കൂടെയൊക്കെ. പപ്പനെ സഹായിക്കാൻ വന്നാ? രാവിലെ തന്നെ കത്തിയൊക്കെ അണിച്ചിട്ട് എങ്ങട്ടാ പോണ? വാൾക്കത്തിയൊക്കെ വാൾക്കത്തിയൊക്കെ ഉണ്ട് എപ്പോഴറിയില്ല. അതുകൊണ്ടൊക്കെ വെട്ട് നനക്കാൻ പോവാ രാവിലെ. ഇക്കാക്ക് കൃഷി അതുപോലെ തന്നെ ചെടി ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ. അതിനുവേണ്ടി എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. രണ്ടാളും ആ കാര്യത്തിൽ തീരെ ഒക്കൂല. കാരണം ഞാൻ ചെടി ഉണ്ടാക്കുകയൊന്നുമില്ല. ആദ്യമൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പിന്നെ ഇക്ക ഉണ്ടാക്കുന്ന കണ്ടിട്ട് ഞാൻ അതിൽ നിന്ന് വല്ല ഊരിപ്പോന്നതാണ്. അപ്പോൾ ഇക്കാൻ്റെ ഫ്രീ ടൈം ഇതുപോലെ ഇങ്ങനെ വീട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് ടൈം കണ്ടെത്തുന്ന ഒരാളാണ്. കാരണം ഇക്കാക്ക് ചെടി അതുപോലെ തന്നെ പച്ചക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ രാവിലെ തന്നെ ഉപ്പി ഇക്കും തോട്ടത്തിലൊക്കെ പോയി വരാറുണ്ട്. അതിന് ശേഷമാണ് ഷോപ്പിലേക്കൊക്കെ പോകാറ് കേട്ടോ. അത്രയും അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. അപ്പം നമ്മളിന്നൊരു അടിപൊളി ഒരു വെറൈറ്റി സംഭവം ഉണ്ടാക്കി തരുന്നുണ്ട് ഇക്ക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ കുറച്ച് തേങ്ങയും ഉഴുന്നും അതുപോലെ തന്നെ മുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളി പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതാ ഞാനൊരു മുട്ടയിലേക്ക് ഉള്ളിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇതാ ഞാനിവിടെ ഓംലേറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 കോഴിമുട്ടയാണ് അതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇക്കെന്തോ വെറൈറ്റി ഉണ്ടാക്കി തരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതെന്താന്ന് നമുക്ക് കാണാം. എന്തിനോ ഒരുങ്ങണ്ടല്ലോ. എന്താ എന്നിട്ടിപ്പം ഇങ്ങോട്ട് ഇറങ്ങി പോണ് ഈ വെയിലത്ത്. പൊതിച്ചോറിന് വേണ്ടിയിട്ട് ഇല എടുക്കാതാ ഈ നട്ടുച്ചക്ക് പോണ്. ഇവിടെ ഞാനും വെയിൽ കൊള്ളുന്നു. വീയണ്ട 2 മതി, നമുക്ക് ടേസ്റ്റ് നോക്കാനല്ലേ. അത് വാട്ടിയാൽ ഇതാവൂലേ. അപ്പോൾ ഇതാ ഇക്കാൻ്റെ സ്പെഷ്യൽ എന്തോ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ വാഴൻ്റെ ഇലയൊക്കെ കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. നല്ല വെയിലായിരുന്നില്ലേക്കാ. ഇത് വാട്ടിത്തന്നാൽ ബെറ്റർ ആയിരുന്നു. ഇതാ ഇവിടെ ഗ്യാസിൽ ഇല വാട്ടിക്കൊണ്ടിരിക്കുന്നിക്ക. അപ്പോൾ ഇന്നലെ ഞാൻ കുറേ കമൻറ്റ് കണ്ടു. ഇന്നലെയും 2 ദിവസത്തിനുള്ളിൽ കുറേ കമൻറ്റ് കണ്ടു. ഇക്കാൻ്റെ ജ്യേഷ്ഠൻ്റെ ഫാമിലിനെ കാണിക്കുമോ, അവരെന്താ വീഡിയോയിൽ വരാത്തതെന്നൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ ഫാമിലിയുള്ളവർ മാത്രമേ നമ്മളെ വീഡിയോയിൽ വരുള്ളൂ കേട്ടോ. അവരെ ഫാമിലിനെ നമ്മളെ വീഡിയോയിൽ എന്തായാലും കൊണ്ടുവരുന്നില്ല. കാരണം നമുക്ക് ഇഷ്ടമുള്ളവരെ മാത്രമല്ലേ വീഡിയോയിൽ കൊണ്ടുവന്നിട്ട് കാര്യമുള്ളൂ. ഒരാളെ നമുക്ക് ഒരിക്കലും നിർബന്ധിച്ച് വീഡിയോയിൽ വരാൻ പറ്റില്ലല്ലോ. ഓരോരുത്തർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ വീഡിയോയിൽ കൊണ്ടുവരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണല്ല, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. അപ്പോൾ അതാ ഇക്ക അസുവിന് വേണ്ടിയിട്ട് മിഠായി എന്നൊക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് കൂടി വേണ്ടിയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് കൊണ്ട് ഇക്ക അങ്ങാടിയിൽ നിന്ന് വന്നിട്ടുണ്ട്.
എന്തൊക്കെയോ കൊണ്ടുവന്നല്ലോ. എന്താ ബന്നോ? എന്താ ബന്ന വൈകുന്നേരത്തിനാ ബൻ? അപ്പോൾ ഇതവിടെ ഞാൻ മുട്ട പൊരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ മുട്ടയും അതുപോലെ തന്നെ ചമ്മന്തി ഞാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, കറിയൊക്കെ ഉമ്മയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൂടി ഇക്ക സെറ്റ് ചെയ്ത് തരികയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറേ നാളത്തെ ഒരു ആഗ്രഹം ഒരു പൊതിച്ചോറ് കഴിക്കണമെന്ന് ഉമ്മാനോട് പറഞ്ഞു. ഉമ്മാക്കും ഭയങ്കര ആഗ്രഹം, ഇക്കാക്കും ഭയങ്കര ആഗ്രഹം. അപ്പം ഒന്നും നോക്കിയില്ല, സൺഡേ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് 1 മണിക്കൂർ നമ്മൾ ആ ഒരു പൊതിയിൽ തന്നെ ആക്കി വെക്കണം. അപ്പോഴാണ് ആ ഒരു ഇല വാട്ടിയതിൻ്റെ സ്മെല്ലും എല്ലാം കൂടി ആയിട്ട് ഒരു ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ഒന്ന് പൊതിച്ചോറ് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഉണ്ടാക്കിയവർക്കും കഴിച്ചവർക്കും അറിയാം അതിൻ്റെ ടേസ്റ്റില്ലേ. അപ്പോൾ അതാ ഇക്കത ഉപ്പേരിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ആദ്യം ഒരു പൊതി ഇക്ക ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഉമ്മ സെറ്റ് ചെയ്യാമെന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാ ഞാൻ ചമ്മന്തി ഇത് ഉരുട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ഇതിൽ ചമ്മന്തി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചത് ആ ഒരു ഐറ്റംസൊക്കെ വെച്ചിട്ട് പിന്നെ ഇതാ ഇക്കത നാരങ്ങാച്ചാറും ഒരു സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പപ്പായൻ്റെ തേങ്ങ അരച്ച കറി ഉണ്ടായിരുന്നു, അതിതാ സെൻറ്ററിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉള്ള സംഭവങ്ങൾ വെച്ചിട്ട് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കിയതാണ്. പിന്നെ അതാ 2 കഷ്ണമീനും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിൽ കോഴിമുട്ടി, അങ്ങനെ എല്ലാം കൂടി ആയിട്ട് ഇതാ ഇക്കത് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഞാനിത് 1 മണിക്കൂറാണ് ഇങ്ങനെ പൊതിയാക്കി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ അതിൻ്റെ ആ ഒരു ഈർപ്പൊക്കെ തട്ടിയിട്ട് അത് ഭയങ്കര ടേസ്റ്റായിട്ട് മാറും കേട്ടോ. കാരണം അതൊരു വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. പണ്ട് നിങ്ങൾ പൊതിച്ചോറ് ഉണ്ടാക്കുന്ന കമ്പനിയിലാണ് വീട്ടിലുള്ള ഉമ്മ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് തയ്ക്കാൻ്റെ ഒരു പൊതിച്ചോറ്. അപ്പോൾ ഇക്കതാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്യണ മാതിരി പാക്ക് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഉമ്മാൻ്റെ പാക്കിങ്ങാ അല്ലേ ഉമ്മ? അപ്പോൾ ഇതാ ഉമ്മാൻ്റെ ഇക്ക ഒരു പ്രാവശ്യം ആക്കി ഇനി ഉമ്മാൻ്റെ ഉമ്മാക്കുന്നുണ്ട്. അപ്പം നമ്മളെ വ്ളോഗിലൂടെ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി റെസിപ്പി അതുപോലെ തന്നെ വെറൈറ്റി ഐറ്റംസൊക്കെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യും നമ്മളെ ഫാമിലി വ്ളോഗിൽ. അപ്പം നിങ്ങൾക്ക് നമ്മളെ വീഡിയോ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സിമ്പിൾ റെസിപ്പി വരെ നമ്മളെ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഉമ്മ ദാ ഇവിടെയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്, നേരത്തെ ഇക്ക ചെയ്തതുപോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ അതാ പ്രത്യേകിച്ച് നമ്മൾ പൊതിച്ചോറിന് അപ്പോൾ അതാ നമ്മുടെ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിലേക്ക് ഉണ്ടാക്കിയിട്ടില്ല, നമ്മളെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് ഒരു പൊതിച്ചോറ് കഴിക്കാൻ പോതി ഉമ്മാക്കും ഇക്കാക്കൊക്കെ. അപ്പൊ ഒന്നും നോക്കിയില്ല. ഇതിൽ എന്തൊക്കെയാണ് ഇട്ടോ ഉമ്മ? ഇതിലെല്ലാ പച്ചക്കറി കുറച്ചൊക്കെ എന്തൊക്കെയാണ് ബീൻസ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീട്രൂട്ട് എല്ലാം കൂടി ഇട്ടിട്ടുള്ള. പിന്നെ ഇത് നമ്മള് പച്ചക്കറമൂസ, പച്ചമുളകും എല്ലാം ഇട്ട് അരച്ച് നാടൻ. പിന്നെ ഇത് നമ്മളെ ചമ്മന്തി ഞാൻ ഉണ്ടാക്കി കാണിച്ചു. ഇത് മീൻ വറുത്ത് അച്ചാറ്. ഇത് നമ്മളെ സ്പെഷ്യൽ, നമ്മളെ വീട്ടിൽ ഉച്ചക്കുള്ള. അത് ജസ്റ്റ് ഒരു പൊതിച്ചോറാക്കി മാറ്റിയതാണ്. അപ്പൊ എന്നാ പൊതിഞ്ഞോളിമ്മ എലിയിൽ തിന്നത് മാത്രം നമ്മളെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിന്റെ എലിയിൽ തിന്നണമെന്നൊരു ആഗ്രഹം. മനസ്സിലായോ? അങ്ങനെയല്ല ഒരു പൊതിച്ചോറ്. എങ്ങനെ പ്ലേറ്റ് കഴിക്കണ്ട, ഇട്ടാ മതി. മനസ്സിലായോ? ഇതാണ് നമ്മളെ റുക്കിയ താത്താന്റെ പൊതിച്ചോറ്. നിങ്ങൾക്ക് ആർക്കെയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഉമ്മ ഇവിടുന്ന് പാർസലാക്കി അയക്കുന്നതാണ് അല്ലേ ഉമ്മ? ഉമ്മാന്റെ നാടൻ വിഭവത പാർസലാക്കി അയക്കുന്നതാണ്. റുക്കിയ ഹോട്ടൽ, റുക്കിയ ഹോട്ടൽ അല്ലേ പേര് വിട്ട് ഞങ്ങള്. അപ്പൊ അതാ നമ്മള് 2 പൊതിച്ചോറ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചോറ് കഴിക്കാം. ആൾക്കാർ വന്നാൽ കൊടുക്കും ചെയ്യാം, ആരെയും വന്നാൽ കൊടുക്കും ചെയ്യാം അല്ലേ? അപ്പൊ ഇതാ ഇക്കും ഉമ്മ ഉണ്ടാക്കിയിട്ടുള്ളത് 2 പൊതിച്ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഏകദേശം ഒരു മണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ പൊതിയിൽ ചോറും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മേലെ നമ്മൾ ന്യൂസ് പേപ്പറാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വായൻ്റെ ഇല ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇക്കാനെ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് വേണം, ഇക്ക ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ ഇക്ക വന്നിട്ട് വേണം ഇത് അൺബോക്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇക്കാക്കും എനിക്ക് ഈ ഒരു തൈര് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കട്ട തൈരല്ലേ. അപ്പോൾ ഇത് കഴിക്കാൻ തന്നെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇക്ക ഇവിടെ വീട്ടിലുള്ള ടൈമിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാറുണ്ട്. ഉമ്മാക്ക് പിന്നെ ഇത് ഇഷ്ടമല്ല. ഉപ്പയും തൈര് ഇത്ര കൂട്ടൂല. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമുള്ള ഇക്ക കൊണ്ടുവരല്. എന്ത് അറിയില്ല. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഇതാ പൊതിച്ചോറ് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ ഇതാ നമ്മള് ഏകദേശം ഒരു മണിക്കൂർ നമ്മള് എല്ലാം അതിൽ സെറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൂടി ഇതാ ഡൈലൂട്ട് ആയിട്ടുണ്ട് അല്ലേ. ഇനി ഇത് കിട്ടി. അപ്പൊ ഇതാ ഇക്ക ഇവിടെ ഇതാ പൊതിച്ചോറ്. അപ്പം എങ്ങനെയുണ്ട് ഞാൻ കഴിച്ചിട്ട് പറയാം. നിങ്ങളുടെ അഭിപ്രായം പറയണ്ട, നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ. അപ്പൊ ഇതാ കണ്ടില്ലേ. ഓ ഇക്ക ഇവിടെ കഴിക്കൽ തുടങ്ങിയിട്ട്. അപ്പൊ എൻ്റെ ഇതാ പൊതിച്ചോറ് ഇവിടെതാ. എങ്ങനെയുണ്ട് അഭിപ്രായം? എങ്ങനെയുണ്ട്? ഒരു വാഴയുടെ വരുന്നുണ്ട്. അപ്പൊ വീട്ടിലുള്ള നമ്മളെ വീട്ടിലുണ്ടാക്കിയ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റിയ സംഭവമാണ്. നിങ്ങൾ ഉണ്ടാക്കിയോണ്ടല്ല, അതുകൊണ്ടാണോ? അല്ല, ചോറ് കൂട്ടാനും ഉണ്ടാക്കിയ പൊതി മാത്രമേ ഞാൻ കിട്ടിക്കോളൂ. ചോറ് രസം വേണ്ട, അല്ലാതെ പൊതി മാത്രം ഉസാറായിട്ട് കാര്യമല്ലോ. ചോറും കറിയും കൂടി അതിന്റെ കൂടെ ഉസാറാകുമ്പോൾ എല്ലാ രസമുള്ളൂ. അത് അത്രേനേ ഉള്ളൂ. അല്ലാതെ വെറും ചോറ് എടുത്തിട്ട് ഇങ്ങനെ പൊതിയാക്കി രസമുണ്ടല്ലോ. അപ്പൊ അത് ഞാനും കഴിക്കാൻ വേണ്ടിട്ട് പോവാണ്. ആ ഒരു ഇതായിട്ട് ഓപ്പൺ ചെയ്തപ്പോഴേ ആ ഇതിന്റെ ഇതാ ഒരു ഭാഗത്ത് ഇത് അച്ചാറ്, ചമ്മന്തി. ഒരു ഭാഗത്ത് അച്ചാറാണെങ്കിൽ മറുഭാഗത്ത് ചമ്മന്തി. നിങ്ങളെന്തൊക്കെ അപ്പം ഞങ്ങള് അപ്പോൾ ഈവനിങ് ആയപ്പോൾ അതാ ഉമ്മാൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഇലടയാണ് കേട്ടോ. കാരണം ഉമ്മ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇലടയാണ്. അപ്പോൾ അത് ആവിയിൽ വേവിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമല്ലേ. അപ്പോൾ അത് ഞാനും ഹസും ഞങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് ഒന്ന് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണീറ്റ് വന്നപ്പോൾ ഉമ്മ അതാ ഇവിടെ നല്ല ഇലടയൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഉമ്മ ഉണ്ടാക്കുന്ന ആ സ്പെഷ്യൽ റെസിപ്പി ഞാൻ ഏതെങ്കിലും നെക്സ്റ്റ് വീഡിയോയിലാക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വെക്കും അടിയിലിട്ടോ അങ്ങനെ ഉറങ്ങിപ്പോയോ? പൂവട ഉണ്ടാക്കിയതാ. ചുമക്കുണ്ടോ? എന്തൊക്കെയാ മമ്മാൻ്റെതാ. ഇങ്ങനെ ആക്കാ കൊല്ലിയെത്താ തോന ഒറ്റതിൽ ഓട്ടപാത്രം വെച്ചാ ഇടിയിലും ചക്കരയും തേങ്ങിയിട്ട് അതാരും നോക്കി തേങ്ങ. അപ്പോൾ ഇന്നത്തെ ഫാമിലി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോ തന്നെ തൽക്കാലം നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും കാണിച്ചു തരാം. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇലടയാണ്. അപ്പോൾ തേങ്ങയും ശർക്കരയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കുന്ന തന്നെ ആയിരിക്കും, പക്ഷേ ഉമ്മ ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അടുത്തൊരു വെറൈറ്റി വീഡിയോയിൽ തൽക്കാലം ബായ്.